പഴയ പോലെ വീടുകളിൽ നിന്നൊന്നും കൊണ്ടുവരാനാവില്ല. നല്ല പാല് നോക്കി വാങ്ങിച്ചു കൊണ്ടുവരാനാവില്ല. അപ്പോൾ നമ്മുടെ സാമൂഹികത ദ്രവ്യങ്ങളുടെ ശുദ്ധിയെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഗുരുദേവനോ അതുപോലുള്ള ആളുകൾക്കോ സമൂഹത്തോടും ജീവിതത്തോടും ജീവിതക്രമത്തോടുമുള്ള പ്രതിബദ്ധത നിർമ്മലാനന്ദഗിരിയെ പോലുള്ളവർക്കില്ലാതായിരിക്കുന്നു. പ്രസംഗിക്കുക എന്നുള്ളതിനപ്പുറം ജീവിതത്തിൽ അത് പകർത്തുവാനുള്ള പ്രതിബദ്ധത. നാം ഇന്നും ഗുരുദേവനെ ആരാധിക്കുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളെ പ്രതിബദ്ധതയോടെ ലളിതകോമളമായി അനുഷ്ഠിച്ച് സമൂഹത്തെ ആ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തെ പ്രശംസിച്ച് ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു അംഗീകാരവും വാങ്ങിപ്പോകുന്ന എനിക്ക് അദ്ദേഹം ചെയ്തത് ചെയ്യാനാവില്ല. പകരം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് 10 രൂപ ഉണ്ടാക്കാൻ എനിക്കാവും. ഇതാണ് ഞാനും ആ കാലഘട്ടവും തമ്മിലുള്ള അന്തരം. ഈ അന്തരമാണ് ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്, എല്ലാ അളവിലും എല്ലാ അർത്ഥത്തിലും. അപ്പം അദ്ദേഹം അന്ന് ചെയ്തത് ഭാരതത്തിൻ്റെ പ്രാചീന ആശയങ്ങൾക്ക് വളരെ ശക്തമായ ജീവൻ നൽകുകയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് സ്ഥലശുദ്ധി, ദ്രവ്യശുദ്ധി, ജലശുദ്ധി, ഇതിലെല്ലാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മത്സ്യമോ മാംസമോ കയറ്റിനടുത്ത് അദ്ദേഹം കയറിയിരുന്നില്ല. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം വരെ ആ കാലഘട്ടത്തിൽ കൽക്കട്ടയിൽ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അദ്ദേഹം ജീവകാരുണ്യ തലത്തിൽ അതിനെ നിരൂപണം ചെയ്യുന്നത്, അനുകമ്പ ദശകം എഴുതുന്നത്. ഈ മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഹിംസയ്ക്ക് വേണ്ടി ആയുർവേദം 10 പാപങ്ങൾ അരുതെന്നാണ് പറയുന്നത്. ഗുരുദേവന്റെ കൃതികൾ എടുത്തു നോക്കിക്കോളൂ. ആയുർവേദത്തിന്റെ അടിസ്ഥാന ശിലയാകുന്ന 10 പാപങ്ങൾ: ഹിംസ, സ്ഥേയം, അന്യഥാകാമം, പൈശുനം, പരുഷം, അനൃതം, സംഭിന്നാലാപം, വ്യാപാദം, അഭിധ്യ, ദൃഗ്വിപര്യം. ഗുരുദേവന്റെ ജീവിതത്തെയും ഗുരുദേവന്റെ ദർശനങ്ങളെയും ഗുരുദേവന്റെ ആദ്യകാല ശിഷ്യന്മാരായി ഗുരുദേവൻ പഠിപ്പിച്ചവരെയും എല്ലാം നാം ഈ നിരൂപണത്തിന് വിധേയമാക്കിയാൽ ഗുരുദേവ വചനങ്ങളിൽ എവിടെയെങ്കിലും ഇന്ന് നാം ജീവിക്കുന്നിടത്ത് സത്യത്തിൽ ദാരിദ്ര്യമില്ല, ഗുരുദേവ കാലഘട്ടത്തിൻ്റെ ദാരിദ്ര്യമില്ല, ഗുരുദേവ കാലഘട്ടത്തിലെ ഉച്ചനീചത്വമില്ല. ഗുരുദേവ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചൂഷകനും ചൂഷിതനും ഇന്നില്ല. പക്ഷെ സമൂഹത്തിൽ എത്ര ഹിംസ നടക്കുന്നുണ്ട്. വാക്കുകൊണ്ടുള്ള ഹിംസ, പ്രവൃത്തിയിലുള്ള ഹിംസ, സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള ഹിംസ, രാഷ്ട്രീയമായി, മതപരമായി, ജാതീയമായി, വർഗപരമായി, വർണ്ണപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒക്കെ ആയിരം സംഘടനകളും അവയ്ക്കെല്ലാം ധാരാളം പണവും അവയ്ക്കെല്ലാം സുശക്തമായ ഓഫീസും അവയിലെ ഓരോ അംഗത്തിനും സഞ്ചരിക്കുവാൻ ഗുരുദേവന്റെ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നന് പോലും സ്വപ്നം കാണാനാകാത്ത വണ്ടികളും എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഹിംസ വളരുമ്പോൾ
എല്ലാ ദുരവസ്ഥയും നിലനിന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് അതിനോട് അടരാടുന്ന വേളയിൽ ഹിംസയുടെ ഒരു വാക്കെങ്കിലും തൻ്റെ ദർശനത്തിൽ ഉൾപ്പെടുത്താതെ ഹിംസിക്കുന്നതിനെ അല്പം പോലും പരിപോഷിപ്പിക്കാതെ ജീവിച്ച മഹാരഥനായ ഒരു യോഗി വര്യൻ. അദ്ദേഹം നമ്മളിൽ നിന്നെല്ലാം വളരെ വളരെ ദൂരെയല്ലേ? നിങ്ങൾ ആലോചിച്ചു. ആയുർവേദത്തിലെ 10 പാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്ന 3 ശാരീരിക പാപങ്ങളാണ് ഹിംസ, സ്ഥേയം, അന്യഥാകാമം. അന്യനെ ഉപദ്രവിക്കുക, സ്ഥേയം കക്കുക, മറ്റൊരാളിൻ്റെത് തനിക്കാക്കുവാൻ ശ്രമിക്കുക. ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടുക, ഗുരുദേവൻ തൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദതല്ലജങ്ങൾ നോക്കുക. വാക്കഗ്നിയാണ്. അഗ്നിസമാനങ്ങളായ വാക്കുകൾ എങ്ങനെ സ്നേഹപൂർവം ഹിതമായി ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു കൃതിയിൽ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയിൽ, ഒരു വാക്കിൽ പൈശുനം, പരുഷം, അനൃതം, സംഭിന്നാലാപം, ഈ 4 ഒരെണ്ണം കാണുമെങ്കിൽ ആയുർവേദ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ നിയാമകത്വങ്ങളിൽ ഒന്നാണ് 4 വാക്പാപങ്ങൾ. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അദ്ദേഹം കുശുമ്പ് പറഞ്ഞു. തൻ്റെയും തന്നോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെയും വികാസ പരിണാമങ്ങളിൽ അദ്ദേഹം വമ്പു പറഞ്ഞു. സാമൂഹികതയെ നേരിടുവാൻ പാശ്ചാത്യ പണ്ഡിതന്മാരായ ആചാര്യന്മാരുടെ പേര് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് പൂർവികമായ തൻ്റെ പൈതൃകത്തിന് നേരെ അദ്ദേഹം ശബ്ദമുയർത്തിയോ? ഒരുപക്ഷെ ജാതി ബ്രാഹ്മണ്യത്തിന്റെ കരാളഹസ്തങ്ങൾ കൊണ്ട് താനും താൻ നിൽക്കുന്ന സമൂഹവും പ്രശ്നങ്ങളെ നേരിടുമ്പോൾ പോലും തികഞ്ഞ അവധാനതയോടെ അദ്വൈത ദർശനത്തിന്റെ ആദിപിതാക്കന്മാരെ സ്മരിക്കുവാനും അവരുടെ